ഈ പുഴയും കിടന്ന് സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ വിനീതിനെയും ഗംഗയെയും ഗസ്റ്റ് റൂമിലേക്ക് ആക്കുന്നുണ്ട്. കാവേരിയും അച്ഛമ്മയും എല്ലാവരും കൂടി ചേർന്ന്. അവരെല്ലാവരും പോയതിന് ശേഷം വിനീത് ഗംഗയോട് പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അവസാനം നമ്മൾ തമ്മിൽ ഒന്നിക്കാനാ ദൈവനിശ്ചയം. അതുകൊണ്ട് നിൻ്റെ സ്വപ്നത്തിലുള്ള ഭർത്താവാൻ പറ്റിയില്ലെങ്കിലും നിൻ്റെ സ്വപ്നത്തിനൊത്ത് ഉയരാൻ ഞാൻ ശ്രമിക്കാമെന്ന് പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, അതൊക്കെ എൻ്റെ വെറും സ്വപ്നങ്ങൾ മാത്രമായിരുന്നില്ലേ വിനീതേട്ടാ. എന്തായാലും അച്ഛനുള്ളപ്പോഴായിരുന്നു എനിക്ക് ആ സ്വപ്നങ്ങളുള്ളത്. അച്ഛൻ മരിച്ചതോടുകൂടി എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പോയി. ഇനി എനിക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നുമില്ല. അഥവാ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചാലും അതൊന്നും നടക്കാൻ പോണില്ല എന്ന് എനിക്കറിയാം. എന്തായാലും വിനീതേട്ടന് നല്ലൊരു ഭാര്യയായി ജീവിക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന്. അങ്ങനെ അവർ അവരുടേതായ ജീവിതം ആരംഭിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഉറക്കെഴുന്നേറ്റ് വന്നതും അച്ഛമ്മ ശാരദയോട് ചോദിക്കുന്നുണ്ട്, അവർ വന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, പിള്ളേരെ എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, ഇന്നലെ അവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നോ, അവർ കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന്. അങ്ങനെ പിന്നീട് ഗംഗ എഴുന്നേറ്റ് വന്നതും നമ്മളുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ, ഇന്നലെ ഉറക്കമൊക്കെ സുഖമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു അച്ഛമ്മയെന്ന്. ആ നേരത്ത് ശാരദ പറയുന്നുണ്ട്, ഇതേ കാവേരി നിൽക്കണു, ആ പെണ്ണിൻ്റെയൊക്കെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ചോദിക്കണേന്ന് ചോദിക്കുമ്പം അച്ഛമ്മ പറയുന്നുണ്ട്, ഓ അവളാണോ, അവൾക്കൊന്നും അറിയാത്ത ഇള്ളപിള്ളയൊന്നും അല്ല, അവൾ ഈ കാര്യത്തിലൊക്കെ PhD എടുത്തേക്കണോളാ. ഇന്നലെ തന്നെ അവൾ നമ്മളോട് പറഞ്ഞു തന്നത് കേട്ടില്ലായിരുന്നോ, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ ശാരദയെന്ന്. അതേസമയം വിനീതാണെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ആകെ ഒരു മൂഡില്ലാതെ ഇരിക്കുകയാണ്. അന്നേരം ശാരദ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം അല്ല അമ്മായി, അമ്മേനെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം, എന്നാലും അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തായാലും സുജാതയുടെ ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമല്ലേ, കുറച്ച് സമയം എടുക്കും സുജാത ശരിയായി വരാൻ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിൻ്റെ അമ്മയല്ലേ, അതുമാത്രമല്ല ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ലേ, അന്ന് നിനക്ക് വേണ്ടി ഗംഗയെ ചോദിച്ചു വന്നപ്പം ഞങ്ങൾ സമ്മതിച്ചില്ല, ഗംഗയെ വേറെ വിവാഹം കഴിപ്പിക്കാൻ നോക്കി, അതുകൊണ്ടാണ് സുജാതയ്ക്ക് ഇപ്പം ഇത്ര ദേഷ്യം വന്നേക്കണേ. ഗംഗയെ നീ വിവാഹം കഴിക്കണമെന്ന് സുജാത ഒരുപാട് ആഗ്രഹിച്ചതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നിതിനാണ് ഈ വീട്ടിൽ ചെന്നത്. നിതിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ കല്യാണമൊക്കെ കഴിഞ്ഞോ, നീ ഇപ്പോൾ കള്ളക്കല്യാണം നടക്കുമെന്ന് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അമ്മേനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്, എന്തായാലും എല്ലാവരെയും അറിയിച്ചുള്ള കല്യാണം തന്നെയായിരുന്നു, കള്ളക്കല്യാണമൊന്നും അല്ല. എന്നിട്ടാണോ സുജാത വിനീതിനെ വീട്ടിൽ പൂട്ടിയിട്ടത്, എന്നിട്ട് നീയും ആ കാവേരിയും ചെന്നല്ലേ വിനീതിനെ രക്ഷിച്ചു കൊണ്ടുപോയി ആ കല്യാണം നടത്തിയത്, അതപ്പോൾ കള്ളക്കല്യാണം അല്ലാണ്ട് നേരായ കല്യാണം ആവണമെങ്കിൽ അവൻ്റെ അമ്മയും സഹോദരിയൊക്കെ ഉണ്ടാവണ്ടേന്ന് ചോദിക്കുമ്പം നിതിൻ പറയുന്നുണ്ട്, അതിന് അവരോട് നേരത്തെ പറഞ്ഞിരുന്നതാ, വിനീതിന് ഗംഗയെ ചെറുതിലേ മുതൽ പറഞ്ഞു വെച്ചേർന്നതല്ലേ, പിന്നീട് ഇടയ്ക്ക് അതിന് മാറ്റം സംഭവിച്ചെങ്കിലും വിനീത് ഇപ്പോഴും ഗംഗയെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വിനീതിൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും അത് അംഗീകരിക്കായിരുന്നു, അവർ ചെയ്തത് എന്തായാലും മോശമായിപ്പോയി, അതിനെ അമ്മ ന്യായീകരിക്കുമൊന്നും വേണ്ടാന്ന് പറയുമ്പം ഇതിൻ്റെ അമ്മ പറയുന്നുണ്ട്, നമ്മൾക്ക് ഈ സംസാരം ഇവിടെ നിർത്താം, ഇനി ഒരിക്കൽ കൂടി നീ അവരുടെ വീട്ടിൽ പോകാനോ അവിടെയുള്ളവരെ കാണാനോ നിൽക്കരുത്, അവരുമായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ടാന്ന് പറയുമ്പോൾ നിതിനാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നിതിൻ ചോദിക്കുന്നുണ്ട്, ഇത് അമ്മയുടെ അഭിപ്രായമാണോ അതോ ജയപാലൻ അങ്കിളുടെ അഭിപ്രായമാണോ എന്ന് ചോദിക്കുമ്പം നിതിൻ്റെ അമ്മയാണെങ്കിൽ ശരിക്കും ഈ ജയപാലൻ പറഞ്ഞിട്ട് തന്നെയാണ് നിതിനോട് പറയുന്നത്. അവർ ഓർക്കുന്നുണ്ട് ജയപാലൻ വന്ന് പറഞ്ഞത്, അവരമ്മയും മക്കളും ആരെങ്കിലുമൊക്കെ വശീകരിച്ചെടുക്കാൻ നടക്കണവരാ, അതുകൊണ്ട് നിതിനെ കൂടുതലായിട്ട് അങ്ങോട്ട് വിട്ടാൽ നിങ്ങൾക്ക് നിതിൻ നഷ്ടപ്പെടും കേട്ടോ എന്ന് ഈ ജയപാലൻ പറഞ്ഞ കാര്യം നിതിൻ്റെ അമ്മ ഓർക്കുന്നുണ്ട്. എന്നിട്ട് നിതിൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയൊന്നും മിണ്ടാത്തത്, ഞാൻ പറഞ്ഞത് നേരല്ലേ, ജയപാലൻ അങ്കിൾ പറഞ്ഞിട്ടല്ലേ അമ്മ ഇങ്ങനെ എന്നോട് സംസാരിക്കണേന്ന്. അത് കേട്ടതും അവരാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.